തരും, ലിസ്റ്റ് റെഡിയാക്കി തരും. അങ്ങനെയൊന്നുമല്ല. നമ്മള് പള്ളിയിൽ വരുമ്പോ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്. ഈ കറണ്ട് ബില്ല് വരുന്നത് പോലെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവരുത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും നമുക്കറിയാൻ വയ്യ, നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് ഈ സംശയങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതെനിക്ക് മനസ്സിലാകും, അതാണ് ഇതാണെന്ന് ഒരു പറയും. അപ്പൊ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അതുപോലെ വലിയൊരു ലിസ്റ്റ് കൊണ്ട് നമ്മൾ വരും. അപ്പോൾ പറയുന്നത് ദൈവത്തിന് മനസ്സിലാകുന്നില്ല. നമ്മൾ പറയുന്നത് ദൈവത്തിന് മനസ്സിലാകും. നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആവശ്യത്തോത്രം. നമ്മൾ പലപ്പോഴും ഒരിക്കൽ വന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈ 108 ആംബുലൻസിനെ വിളിച്ചിട്ട് നമ്മുടെ കാര്യം പറയുന്നത് പോലെ അല്ലെ, അത്യാവശ്യം വരുമ്പോൾ മാത്രം വിളിക്കുന്നവരായിട്ടല്ല, അമ്മയെ നിരന്തരം പഠിക്കുന്നവരായി, നിരന്തരം അപേക്ഷിക്കുന്നവരായി, അമ്മയെ കഥാവിലൂടെ നമ്മുടെ സങ്കടങ്ങൾ പകരുന്നവരായി, വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ അല്ലെ. അമ്മ അങ്ങനെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ദൈവം. അമ്മേ കർത്താവ് പലകാലം കൊണ്ടുകൊണ്ടിരിക്കട്ടെ. അതിന് പറയുന്നത് സ്തുതിക്കുകയും നമ്മുടെ ദൈവത്തിന് കീർത്തന പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയും തന്നെ. അത് കിട്ടുന്ന സമയത്തെല്ലാം ചെയ്യണം. ദൈവത്തെ പാടുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അത് വീട്ടിലിരിക്കുമ്പോൾ പാടാം, പള്ളിയിൽ വരുമ്പോൾ പാടാം. അമ്മയെ പാട്ട് ദൈവത്തിന് ഇഷ്ടമാണ്. അമ്മയെ പറഞ്ഞുവിടട്ടെ. പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ പ്രശ്നക്കാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ പൂർവ്വത്തിലേക്ക് കേൾക്കുകയും ചെയ്യും. ഞാനിത് പറയാൻ നിർത്തുക. മനം തകർന്നു പോയവരെ അല്ലെ, അവൻ സൗഖ്യമാകുന്നവരാണ്. മനസ്സിന്റെ തകർച്ചയുണ്ടോ, മനസ്സിന്റെ ഭാരമുണ്ടോ, അവൻ സർവശക്തനായ ദൈവം അവൻ അവൻ സൗഖ്യമാകുന്ന ഒരു ദൈവമാണ് പറയുക. നമ്മുടെ മനസ്സിന്റെ ഭാരം എന്ത് തന്നെയായ അല്ലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.